നമസ്കാരം. മറുനാടൻ മലയാളി ചീഫ് എഡിറ്ററെ കാറിടിപ്പിച്ച് കൊല്ലാൻ ശ്രമിച്ചത് 6 അംഗ ഡിവൈഎഫ്ഐ സംഘം. ഇടുക്കിയിലെ കല്യാണത്തിൽ രാവിലെ മുതൽ ഷാജൻ സ്കറിയ സജീവമായി പങ്കെടുത്തിരുന്നു. ഇത് മനസ്സിലാക്കി നടന്ന ഗൂഢാലോചനയാണ് ആക്രമണമായി മാറിയത്. ദാർ ജീപ്പിൽ കാത്തുനിന്ന സംഘം ഷാജൻ സ്കറിയെ പിന്തുടരുകയായിരുന്നു. കല്യാണം കഴിഞ്ഞ് റിസപ്ഷൻ ഹാളിലേക്ക് കാറിൽ പോകുമ്പോഴായിരുന്നു അപ്രതീക്ഷിത ആക്രമണം. വിവാഹവേദിയിൽ നിന്നും ഇറങ്ങുമ്പോൾ തന്നെ ആരോ പിന്തുടരുന്നത് ഷാജൻ സ്കറിയയുടെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു. ഇത് വിവാഹ സ്ഥലത്ത് നിന്ന് റിസപ്ഷൻ വേദിയിലേക്ക് വരുന്ന മറ്റാരോ ആണെന്നാണ് കരുതിയത്. അമിത വേഗതയിൽ സിനിമാ സ്റ്റൈലിൽ ചേസ് ചെയ്ത് മുമ്പോട്ട് കയറിയ ദാർ ഷാജൻ സ്കറിയയുടെ വാഹനത്തിന്റെ വശത്ത് ഇടിച്ച് മറിച്ചിടാനായിരുന്നു ശ്രമിച്ചത്. കാർ നിയന്ത്രണം വിട്ടുപോകാതെ ആത്മസംയമനം വീണ്ടെടുത്ത ഷാജൻ സ്കറിയ തന്റെ കാറിൽ വന്നിടിച്ചത് വിവാഹത്തിന് വന്നവരുടെ വാഹനമാണെന്ന് തന്നെ കരുതി. അങ്ങനെ അവരോട് കാര്യം ചോദിക്കാനായി കാറിന്റെ ഗ്ലാസ് മാറ്റി. ഇതിനിടയിലാണ് 6 അംഗ സംഘം ആക്രമണം നടത്തിയത്. ആരാണ് ആക്രമിച്ചതെന്ന് ഷാജൻ സ്കറിയ വ്യക്തമായി മനസ്സിലാക്കിയിട്ടുണ്ട്. തീർത്തും അപ്രതീക്ഷിതമായിരുന്നു ആക്രമണം. ഷാജൻ സ്കറിയെ വാഹനത്തിൽ വിവാഹവേദിയിൽ നിന്ന് പുറത്തിറങ്ങുന്നതും കാത്ത് ദാർ പുറത്തു തന്നെയുണ്ടായിരുന്നു. CPM-നോട് അനുഭവമുള്ള ബ്രിട്ടനിലെ പ്രവാസി വ്യവസായിയുടെ നേതൃത്വത്തിലാണ് ഈ ഗൂഢാലോചന നടന്നതെന്നാണ് സൂചന. ഈ വ്യവസായിയുടെ കള്ളത്തരങ്ങൾ മറുനാടനിലൂടെ പുറംലോകം അറിഞ്ഞു. CPM-നും ഇയാളെ തള്ളി പറയേണ്ട അവസ്ഥ വന്നു. CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദിന്റെ അതിവിശ്വസ്തനായിരുന്നു ഇയാൾ. ഗോവിന്ദിന്റെ മകനെതിരെയും ആക്രമണങ്ങൾ നടന്നു. സർക്കാർ ഫണ്ട് വെട്ടിച്ച ശുചിത്വ സാഗരം പദ്ധതിയടക്കം പുറത്തെത്തി. ഇതിന്റെ പക CPM-ലെയും DYFI-ലെയും വിശ്വസ്തരെ ഉപയോഗിച്ച് നടപ്പിലാക്കുകയായിരുന്നു അയാളെന്നാണ് സൂചന. റിപ്പോർട്ടർ TVയുടെ ഓഫീസിൽ കരിയോയിൽ ഒഴിച്ചവരെ അറസ്റ്റ് ചെയ്യാൻ പോലീസ് അതിവേഗ നീക്കങ്ങൾ നടത്തിയിരുന്നു. സമാന ഇടപെടൽ ഷാജൻ സ്കറിയെ ആക്രമിച്ചവർക്കെതിരെ ഉണ്ടാകുമോ എന്നതാണ് ഉയരുന്ന ചോദ്യം. അല്ലാത്തപക്ഷം മുഖ്യമന്ത്രി പിണറായി വിജയനും ആഭ്യന്തരം വഹിക്കുന്നവർക്കുമെല്ലാം ഈ ആക്രമണത്തിൽ പങ്കുണ്ടെന്ന് കരുതേണ്ട സാഹചര്യമുണ്ടാകും. ശതകോടീശ്വരനായ മറ്റൊരു പ്രവാസി വ്യവസായിയുടെ പകയും പകൽ പോലെ വ്യക്തമാണ്. അടുത്ത കാലത്ത് ഈ പ്രവാസിക്ക് ചില തിരിച്ചടികൾ ഉണ്ടായിരുന്നു.